നമ്മൾ നോക്കാൻ പോകുന്നത് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഓഫ് ATP സിന്തസിസ്. ATP സിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ പഠിച്ചപ്പോൾ അതിൽ ATP സിന്തസിസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് ATP സിന്തസിസ് എന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഹൈപ്പോത്തസിസ് ആണ്, കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് പീറ്റർ മിച്ചൽ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിലെ ഒരു തൈലക്കോയിഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമ. അറിയാലോ, ക്ലോറോപ്ലാസ്റ്റില് ഒരു ഡബിൾ ലെയർഡ് മെമ്പറൈൻ ഉണ്ട്, ഇൻസൈഡ് സ്ട്രോമയാണ്. ഇതിനകത്ത് തൈലക്കോയിഡ് ഉണ്ട്. തൈലക്കോയിഡ് പൈൽസ് കോയിൻ പോലെ കിടക്കുന്നതാണ്, കാണിച്ചിരിക്കുന്നതാണ് ഗ്രാനം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് ഒരു തൈലക്കോയിഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് തൈലക്കോയിഡിന്റെ മെമ്പറൈൻ, ഇത് തൈലക്കോയിഡിന്റെ ല്യൂമൻ, അതായത് ആ ഒരു ക്യാവിറ്റി തൈലക്കോയിഡിനകത്ത്, ഇന്നർ സൈഡ് ഓഫ് തൈലക്കോയിഡ്. പിന്നെ ഇവിടെ ഈ തൈലക്കോയിഡ് മെമ്പറൈനിൽ എന്താ കാണുന്നത്? പിഗ്മെന്റ് സിസ്റ്റം 1 ഉണ്ട്, പിഗ്മെന്റ് സിസ്റ്റം 2 ഉണ്ട്, ഇലക്ട്രോൺ കാരിയേഴ്സ്. ഈ സൈറ്റോക്രോംസ് B and F എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. ഈ ഒരു പിഗ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ കാരിയേഴ്സ് കടത്തി വിടുന്നു, അടുത്തതിലേക്ക് പോകുന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. പിഗ്മെന്റ് സിസ്റ്റം 2 നിന്നുള്ള ഇലക്ട്രോൺ പിഗ്മെന്റ് സിസ്റ്റം 1 നോൺ സൈക്ലിക്കിൽ വരുന്നു, 1 സൈക്ലിക്കിൽ 1 തന്നെ തിരിച്ചെത്തും എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് സൈറ്റോക്രോംസ് B and F എന്ന് പറയുന്നത് പിന്നെ ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. പിഗ്മെന്റ് സിസ്റ്റം 1, പിഗ്മെന്റ് സിസ്റ്റം 2, സ്ട്രോമ, തൈലക്കോയിഡ് മെമ്പറൈൻ, തൈലക്കോയിഡ് ല്യൂമൻ. അപ്പോൾ ഈ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവിടെ ഈ സ്ട്രോമയും തൈലക്കോയിഡ് ല്യൂമനും തമ്മിലായിട്ട് ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പ്രോട്ടോൺ ഗ്രേഡിയന്റ്. ഈ H+ എന്നിട്ടിരിക്കുന്നത് പ്രോട്ടോൺ ആണ്, ഹൈഡ്രജൻ അയോൺ. ഈ തൈലക്കോയിഡ് ല്യൂമനും സ്ട്രോമയും തമ്മിലുള്ള ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ എ പർട്ടിക്കുലർ പ്രോപ്പർട്ടി. അപ്പോൾ അതിൽ ഡിക്രീസ് ഓർ ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, പ്രഷർ ഗ്രേഡിയന്റ് ഒക്കെ പഠിച്ചതുപോലെ ഇവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തൈലക്കോയിഡ് ല്യൂമനകത്ത് പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും സ്ട്രോമയിൽ പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ തൈലക്കോയിഡ് ല്യൂമനകത്ത് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുന്നു, സ്ട്രോമയിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറയുന്നു. അതായത് ഇവിടെ സ്ട്രോമയിൽ പ്രോട്ടോൺ ഡിക്രീസ് ചെയ്യുകയും തൈലക്കോയിഡ് ല്യൂമനകത്ത് പ്രോട്ടോൺ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് അക്രോസ് ദി തൈലക്കോയിഡ് മെമ്പറൈൻ ഉണ്ടാകും എന്ന് പറഞ്ഞത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ഒന്ന്, നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ പിഗ്മെന്റ് സിസ്റ്റം 1 വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യും എന്ന് പഠിച്ചു. വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു ഹൈഡ്രജൻ അയോൺ ഉണ്ടാകുന്നുണ്ട്. ഈ ഹൈഡ്രജൻ അയോൺ സ്ട്രോമയ്ക്കകത്താണ് കാണുന്നത്. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹൈഡ്രജൻ അയോൺ തൈലക്കോയിഡ് ല്യൂമനകത്ത് കാണുന്നു. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പ്രോട്ടോൺ തൈലക്കോയിഡ് ല്യൂമനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നു. പിന്നൊന്ന്, നമ്മൾ NADP+ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ഹൈഡ്രജൻ അയോൺ വേണം. ഈ പിഗ്മെന്റ് സിസ്റ്റം 1 നിന്നും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ NADP+ പോകുമെന്നും NADP+, NADPH+H+ ആകുമെന്നും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ NADPH ആകാൻ വേണ്ടിയിട്ട്, അതായത് NADP+ റെഡ്യൂസ് ചെയ്ത് NADPH ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൈഡ്രജൻ അയോണിനെ അല്ലെങ്കിൽ പ്രോട്ടോണിനെ എടുക്കുന്നത് ഈ സ്ട്രോമയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ സ്ട്രോമയിൽ വീണ്ടും പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോട്ടോൺ തൈലക്കോയിഡ് ല്യൂമനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നു. NADP+ റെഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടോൺ സ്ട്രോമയിൽ നിന്നും എടുക്കുന്നു. അപ്പോൾ സ്ട്രോമയിലെ പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. ഇനി മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ പിഗ്മെന്റ് സിസ്റ്റം 2 നിന്നും പിഗ്മെന്റ് സിസ്റ്റം 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ. അതായത് പിഗ്മെന്റ് സിസ്റ്റം 2 നിന്നും
ഇലക്ട്രോൺ ഒരു അൺനോൺ ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിച്ച് അത് ഇലക്ട്രോൺ കാരിയേഴ്സ് വഴി പിഗ്മെന്റ് സിസ്റ്റം 1 പോകും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പിഗ്മെന്റ് സിസ്റ്റം 2 ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഹൈഡ്രജൻ, അതായത് അൺനോൺ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇലക്ട്രോൺ കാരിയേഴ്സിലേക്ക് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ഒരു ഹൈഡ്രജൻ അയോണിന് ഇലക്ട്രോണിനെ പാസ് ചെയ്യും. അപ്പോൾ പിഗ്മെന്റ് സിസ്റ്റം 2 നിന്നും ഇലക്ട്രോൺ പിഗ്മെന്റ് സിസ്റ്റം 1 പോകണമെങ്കിൽ അവിടെ അൺനോൺ ഇലക്ട്രോൺ അക്സെപ്റ്ററും ഇലക്ട്രോൺ കാരിയേഴ്സും വേണം. അപ്പോൾ ആ ഇലക്ട്രോൺ ആദ്യം വരുന്നത് ഒരു ഹൈഡ്രജൻ കാരിയർ ഈ സ്ട്രോമയിൽ കാണും. ഇത് ഹൈഡ്രജൻ കാരിയറാണ്. ഈ ഹൈഡ്രജൻ അയോൺ കാരിയർ ഈ സ്ട്രോമയിൽ കാണും. അപ്പൊ പിഗ്മെന്റ് സിസ്റ്റം 2 നിന്നും വരുന്ന ഇലക്ട്രോണിനെ അൺനോൺ ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിച്ചിട്ട് പിന്നീട് ഈ ഇലക്ട്രോൺ കാരിയേഴ്സിന് കൊടുക്കുന്നതിന് മുൻപ് ഒരു ഹൈഡ്രജൻ കാരിയറിന് കൊടുക്കുന്നു. ഈ ഹൈഡ്രജൻ കാരിയർ ഇലക്ട്രോണിനെ ഇലക്ട്രോൺ കാരിയേഴ്സിലേക്ക്, അതായത് സൈറ്റോക്രോം ബിയിലേക്കും എഫിലേക്കും കൊടുക്കുന്നതോടൊപ്പം സ്ട്രോമയിൽ നിന്നും ഒരു പ്രോട്ടോണിനെ കൂടിയെടുത്ത് ഈ തൈലക്കോയിഡ് ല്യൂമനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞത് പിഗ്മെന്റ് സിസ്റ്റം 2 നിന്നും പിഗ്മെന്റ് സിസ്റ്റം 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന അവസരത്തിൽ സ്ട്രോമയിൽ നിന്നും ഒരു പ്രോട്ടോൺ തൈലക്കോയിഡ് ല്യൂമനകത്തേക്ക് വരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹൈഡ്രജൻ കാരിയർ ഉണ്ട്. ഈ ഹൈഡ്രജൻ കാരിയർ ഇലക്ട്രോണിനെ ഇലക്ട്രോൺ കാരിയേഴ്സിലേക്ക് കൊടുക്കുന്നതിനോടൊപ്പം ഒരു പ്രോട്ടോണിനെ കൂടി തൈലക്കോയിഡ് ല്യൂമനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്, സ്ട്രോമയിലുള്ള പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ വീണ്ടും കുറയും, തൈലക്കോയിഡിനകത്ത് കൂടുന്നു. ഇങ്ങനെ 3 കാരണങ്ങൾ കൊണ്ട് തൈലക്കോയിഡ് ല്യൂമനകത്ത് പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. എന്തൊക്കെയാണ്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അഡീഷണൽ പ്രോട്ടോണിനെ തൈലക്കോയിഡ് ല്യൂമനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നു. NADP+ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൈഡ്രജൻ അയോൺ അല്ലെങ്കിൽ പ്രോട്ടോണിനെ സ്ട്രോമയിൽ നിന്നും എടുക്കുന്നു. അപ്പോൾ സ്ട്രോമയിലെ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറയുന്നു. പിഗ്മെന്റ് സിസ്റ്റം 2 പിഗ്മെന്റ് സിസ്റ്റം 1 തമ്മിൽ ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന അവസരത്തിൽ ഒരു ഹൈഡ്രജൻ കാരിയർ ആണ് ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ ഇലക്ട്രോൺ കാരിയേഴ്സിലേക്ക് പാസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രോട്ടോണിനെ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോണിനെ കൂടി ല്യൂമനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ സ്ട്രോമയിലെ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറയുകയും ല്യൂമനകത്തുള്ള പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും. ഇങ്ങനെയാണ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നത്. ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യും. അതായത് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ട പ്രോട്ടോൺ, ഇവിടോട്ടൊക്കെ വന്ന പ്രോട്ടോൺ തിരിച്ചു പോയേ പറ്റൂ. സ്ട്രോമയിൽ നിന്നും വന്ന പ്രോട്ടോൺ സ്ട്രോമയിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതായത് സ്ട്രോമയിൽ നിന്നുമാണല്ലോ ഇവിടെ പല രീതിയിൽ പ്രോട്ടോൺ അക്യുമുലേറ്റ് ചെയ്തു. ഈ പ്രോട്ടോൺ തിരിച്ച് എവിടേക്ക് പോകണം? സ്ട്രോമയിലേക്ക് പോകണം. ഇപ്പോൾ തൈലക്കോയിഡ് ല്യൂമനകത്തിരിക്കുന്ന പ്രോട്ടോൺ തിരിച്ച് ബാക്ക് ടു സ്ട്രോമ. പക്ഷെ അത് പോകണമെങ്കിൽ ഇവിടെ ഒരു ട്രാൻസ് മെമ്പറൈൻ ചാനലുണ്ട്. ട്രാൻസ് മെമ്പറൈൻ ചാനൽ, അതായത് ATP ACE എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഒരു ട്രാൻസ് മെമ്പറൈൻ ചാനലുണ്ട്. അതാണ് F0 F1 എന്ന് പറയുന്ന അതായത് ഇതൊരു ബേസും ഇതൊരു ഹെഡ് പീസുമാണ്. ഒരു ടെയിലും ഒരു ഹെഡ് പീസും. അപ്പോൾ ഈ F0 F1 എന്ന് പറയുന്ന ട്രാൻസ് മെമ്പറൈൻ ചാനൽ, ഇത് ATP ACE എന്ന് പറയുന്ന എൻസൈം, ഇതിൻ്റെ F0 F1 എന്ന് പറയുന്ന ഇതൊരു പ്രോട്ടീനാണ്, ഈ ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീനാണ്. ഇത് വഴിയാണ് ബാക്ക് ഫ്ലോ ഓഫ് പ്രോട്ടോൺ ഫ്രം തൈലക്കോയിഡ് ല്യൂമൻ ടു സ്ട്രോമ ഇസ് ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീനായ ATP ACE എന്ന് പറയുന്ന ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീൻ്റെ F0 F1 എന്ന് പറയുന്ന ഈ ചാനൽ വഴിയാണ്, അതായത് ഒരു ബേസും ഒരു ഹെഡും ഉണ്ട്, ഇതുവഴിയാണ് ഈ F0 ഇരിക്കുന്നത് ഈ മെംബ്രെയിനിലും F1 എന്ന് പറയുന്ന ഒരു ഹെഡ് പീസ് ഇരിക്കുന്നത് ഈ F0യോട് ചേർന്ന് ശരിക്കും സ്ട്രോമയെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ. ഈ ചാനൽ വഴി ഇവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോട്ടോൺ സ്ട്രോമയിലേക്ക് തിരിച്ചു പോകും. ഇങ്ങനെ തിരിച്ചു പോകുന്ന അവസരത്തിൽ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യും.
അതായത് പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നു, ഇവിടെ ഇന്ന് പ്രോട്ടോൺ തിരിച്ചു പോകുന്ന അവസരത്തിൽ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ധാരാളം എനർജി റിലീസ് ചെയ്യുന്നു. ആ എനർജി ഈ ATPase എന്ന് പറയുന്ന എൻസൈമിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുകയും ADPയിൽ നിന്നും ATP ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ATP ഉണ്ടായത്? ട്രാൻസ്മെംബ്രെയിൻ ചാനൽ വഴി പ്രോട്ടോണിൻ്റെ ബാക്ക് ഫ്ലോ നടക്കുന്ന അവസരത്തിൽ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ചെയ്യുകയും എനർജി റിലീസ് ചെയ്യുകയും ആ എനർജി ATPaseനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയും ADPയിൽ നിന്നും ATP ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയാണ് ATP സിന്തസിസ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് ഓഫ് ATP സിന്തസിസ്. പീറ്റർ മിച്ചൽ എക്സ്പ്ലെയിൻ ചെയ്ത കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് ഓഫ് ATP സിന്തസിസ്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയാണ്? ഇവിടെ സ്ട്രോമയും തൈലക്കോയിഡും തമ്മിൽ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാകുന്നു. അതിന് കാരണം പ്രോട്ടോണിൻ്റെ തൈലക്കോയിഡ് ല്യൂമനകത്തുള്ള അക്യുമുലേഷനാണ്. ഇത് ഏതൊക്കെ രീതിയിലാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രോട്ടോൺ പിന്നെ അവിടെ തൈലക്കോയിഡ് ല്യൂമനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നു. പിന്നെ NADPയെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോണിനെ സ്ട്രോമയിൽ നിന്നും എടുക്കുന്നു. പിഗ്മെൻറ്റ് സിസ്റ്റം 2-ൽ നിന്നും ഇലക്ട്രോൺ പിഗ്മെൻറ്റ് സിസ്റ്റം 1-ലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന അവസരത്തിൽ പ്രൈമറി ഇലക്ട്രോൺ കാരിയർ, അതായത് പ്രൈമറി ഇലക്ട്രോൺ കാരിയർ വെളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, തൈലക്കോയിഡ് മെമ്പറൈന് വെളിയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഈ സൈറ്റോക്രോംസിനേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോൺ കാരിയേഴ്സിനേക്ക് കൊടുക്കുന്നതിന് പകരം ഒരു ഹൈഡ്രജൻ കാരിയറിന് കൊടുക്കുകയും ഹൈഡ്രജൻ കാരിയർ ഇലക്ട്രോണിലെ ഇവർക്ക് സൈറ്റോക്രോം B ആൻഡ് F എന്ന് പറയുന്ന ഇലക്ട്രോൺ കാരിയേഴ്സിന് കൊടുക്കുന്നതോടൊപ്പം ഒരു പ്രോട്ടോണിനെ സ്ട്രോമയിൽ നിന്നും ല്യൂമനകത്തേക്ക് ഇടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത്. ഈ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ബ്രേക്ക് ചെയ്യും. എപ്പോഴാണ്? സ്ട്രോമയിലേക്ക് ല്യൂമനകത്ത് നിന്നും പ്രോട്ടോണിൻ്റെ ബാക്ക് ഫ്ലോ ഉണ്ടാകുന്ന അവസരത്തിൽ. ആ എനർജി അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പം എനർജി ഉണ്ടാകുകയും എനർജി ATP സിന്തൈസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുകയും, അതായത് ഈ ട്രാൻസ്മെംബ്രെയിൻ ചാനൽ വഴി ഇവർ തിരിച്ചു പോകുന്നു. അപ്പോഴാണ് ബ്രേക്കേജ് ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാകുന്നു, എനർജി ഫോം ചെയ്യുന്നു. എനർജി ഇതിനെ എൻസൈമിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ATP ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് ഓഫ് ATP സിന്തസിസ് ബൈ പീറ്റർ മിച്ചൽ. നമ്മൾ മെക്കാനിസം ഓഫ് ഫോട്ടോസിന്തസിസ് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ട് റിയാക്ഷൻ ഉണ്ട്, രണ്ട് ഫേസ് ഉണ്ട്. ഫോട്ടോ കെമിക്കൽ ഫേസും പിന്നെ ബയോസിന്തറ്റിക് ഫേസ് ഉണ്ടെന്നും പറഞ്ഞു. അതിൽ ഫോട്ടോ കെമിക്കൽ ഫേസിൽ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ എന്താണെന്നും അതിൽ ATPയും NADPHും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ഉള്ളത് ബയോസിന്തറ്റിക് ഫേസ് ആണ്, അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ, കാൽവിൻ സൈക്കിൾ, C3 സൈക്കിൾ എന്നൊക്കെ പറയും. ഇവിടെ ഈ ഫേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലൈറ്റ് റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിന്നെ NADPHും ATPയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബയോസിന്തറ്റിക് ഫേസ് അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ് അവിടെ സിന്തസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ റിയാക്ഷനെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ഇതൊരു ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷനാണ്. അതായത് ലൈറ്റിൻ്റെ ആബ്സെൻസിലാണ് നടക്കുന്നത്. ലൈറ്റിൻ്റെ പ്രസൻസിൽ ലൈറ്റ് റിയാക്ഷൻ നടന്നു, ലൈറ്റിൻ്റെ ഇൻഡിപെൻഡൻറ്റ് അതായത് ലൈറ്റിൻ്റെ ആബ്സെൻസിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നു. ഇനി മറ്റൊരു പേര് ഇതിന് കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നതിന് കാരണം ഈ ഒരു ഹോൾ സീക്വൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷനും ഡാർക്ക് റിയാക്ഷൻ്റെ ഹോൾ കെമിക്കൽ റിയാക്ഷനും ഡിസ്കവർ ചെയ്തത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ടാണ് കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൽവിൻ സൈക്കിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി ഒന്നുകൂടി, ഈ കാൽവിൻ സൈക്കിളിനെ C3 സൈക്കിൾ എന്നും വേറൊരു പേരുണ്ട്. അതിന് കാരണം ഈ ഒരു റിയാക്ഷനിൽ ആദ്യം ഫോം ചെയ്യുന്ന ഒരു സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഇൻ ദിസ് സൈക്കിൾ ഈസ് എ 3 കാർബൺ ആറ്റം കോമ്പൗണ്ട്. അതുകൊണ്ട് അതിനെ C3 സൈക്കിൾ എന്നും പറയും. അപ്പോൾ ഈ ഒരു ബയോസിന്തറ്റിക് ഫേസ്, ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കൂ. ഇതിൽ നടക്കുന്ന 3 കാര്യങ്ങളെന്ന് പറയുന്നത് കാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്, റീജനറേഷൻ നടക്കുന്നുണ്ട്.
കാർബോക്സിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ, കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ ഫിക്സ് ആക്കുന്നു. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് RuBp എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. RuBp, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഇവിടത്തെ, അതായത് C3 സൈക്കിളിലെ അല്ലെങ്കിൽ ബയോസിന്തറ്റിക് ഫേസ് അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ ഓർ കാൽവിൻ സൈക്കിളിലെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് RuBp, അതായത് റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. അപ്പോൾ ഫസ്റ്റ് കാർബോക്സിലേഷനിൽ നടക്കുന്ന കാര്യം, കാർബൺ ഡൈ ഓക്സൈഡ് RuBpയുമായി ചേർന്ന് എൻസൈം അവിടെയുണ്ട്, റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം. എന്താണ് ഉണ്ടാകുന്നത്? PGA എന്ന് പറയുന്ന ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയും, ഒരു 3 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടാണ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അപ്പോൾ ഫസ്റ്റിൽ കാർബോക്സിലേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് RuBpയുമായി ചേർന്ന് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാകുന്നു, ഒരു 3 കാർബൺ ആറ്റം കോമ്പൗണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കൂ, റിഡക്ഷൻ. ഈ റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ, സ്റ്റെപ്പിൽ ഇവിടെ ATPയും NADPHും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ലൈറ്റ് റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ATPയും NADPHും റിഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡിനോടൊപ്പം ATPയും NADPയും ഒക്കെ NADPHും ചേർന്ന് ഇവിടെ മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ആ പ്രോഡക്റ്റാണ് ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ്. ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ്. അപ്പോൾ എന്താണ് റിഡക്ഷനിൽ സംഭവിക്കുന്നത്? ഫോസ്ഫോഗ്ലിസറിക് ആസിഡും ATP NADPHും അവിടെ റെഡ്യൂസ് ചെയ്യപ്പെട്ട്, ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് റെഡ്യൂസ് ചെയ്യപ്പെട്ട് എന്താണ് ഉണ്ടാകുന്നത്? ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് ഉണ്ടാകുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് റീജനറേഷനാണ്. അതായത് ഈ ഒരു പ്രോസസ്സിൽ, ഈ ഒരു സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്ത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്, RuBp. ഈ RuBp എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ അവിടെ ഇരുന്നാൽ ശരിയാകത്തില്ലല്ലോ, അതവിടെ ട്രാപ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതിനെ എന്ത് ചെയ്യണം? അതിനെ റീജനറേറ്റ് ചെയ്യണം. ഇനിയും ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് അതിനെ റീജനറേറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കണം. അപ്പോൾ മൂന്നാമത്തെ കാൽവിൻ സൈക്കിളിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീജനറേഷനാണ്. അവിടെ RuBpയെ റീജനറേറ്റ് ചെയ്യുന്നു. ഇത് ഇത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും ഇതൊരു ഒരു ലോങ് സീരീസ് ഓഫ് റിയാക്ഷനാണ് ഇവിടെ റിഡക്ഷൻ പിന്നെ റീജനറേഷനിലും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ബയോസിന്തറ്റിക് ഫേസിൻ്റെ C3 സൈക്കിളിലെ 3 സ്റ്റെപ്സ്: കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. കാർബോക്സിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് RuBpയുമായി ചേർന്ന് ഇവിടെ കാർബോക്സിലേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് RuBpയുമായി ചേർന്ന് 3 കാർബൺ ആറ്റം അടങ്ങിയ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യുന്നു, ഫോസ്ഫോഗ്ലിസറേറ്റ്. ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് റിഡക്ഷൻ ആണ്. അവിടെ ATPയും NADPHും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. അവിടെ നിന്ന് ഒരു ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് ഉണ്ടാകും. ഈ ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡിൽ നിന്നും പിന്നീട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ഉണ്ടാകുന്നത്? റീജനറേഷനാണ്. റീജനറേഷനിലൂടെ RuBpയെ വിട്ടുകൊടുക്കും. ഇവിടെ ലാസ്റ്റ് PGAയിൽ ഫോം ചെയ്തതിൽ നിന്നും RuBpയെ റീജനറേറ്റ് ചെയ്തതിന് ശേഷം റിമൈനിങ് ആയിട്ടുള്ള PGAയിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതിന് 6 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആദ്യം നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ പ്രോസസ്സ്, ഈ സൈക്കിൾ എന്ന് പറയുന്നത് 6 ടേൺസ് നടന്നാൽ മാത്രമേ ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഫോം ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് 6 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ യൂട്ടിലൈസേഷനാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഇവിടെ ഈ റിഡക്ഷൻ പ്രോസസ്സിലും റീജനറേഷൻ പ്രോസസ്സിലും ഉപയോഗിക്കുന്ന ATPയുടെ നമ്പേഴ്സ്, ഇവിടെ റിഡക്ഷനിൽ അതായത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണക്കിന് 2 ATPയും 2 NADPHുമാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക്
6 കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 12 ATP 12 NADPH. ഇനി ഇവിടെ RUBP റീജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു RUBP റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ATP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 6 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ 6 മോളിക്യൂൾസ് ഓഫ് RUBPയെയും റീജനറേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ 6 RUBP റീജനറേറ്റ് ചെയ്യുമ്പോൾ 6 ATP ആണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. 6 ATP ആണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും 3 ATPയും 2 NADPHുമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഒരു കാർബൺ ഡൈ ഓക്സൈഡിന് 3 ATP 2 1 ATP 3 ATP 2 NADPHും യൂസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് മൊത്തം 6 സൈക്കിൾ ആകുമ്പോഴത്തേക്ക് 6 ടേൺസ് ആകുമ്പോഴത്തേക്ക് 6 കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 12 NADPHും ഇവിടെ 12ഉം 6ഉം 18 ATPയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ബയോസിന്തറ്റിക് ഫേസ് C3 സൈക്കിൾ. ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം 3 സ്റ്റെപ്പ്: കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. C3 സൈക്കിളിനെ C3 സൈക്കിൾ എന്ന് പറയുന്നതിന് കാരണം ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഒരു 3 കാർബൺ ആറ്റം കോമ്പൗണ്ട് ആയ PGA ആയതുകൊണ്ടാണ്. ഇവിടെ ഈ കാർബോക്സിലേഷൻ യൂസ് ചെയ്യുന്ന എൻസൈം റുബിസ്കോയാണ്. ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ RUBP ആണ്. ഇത്രയും കാര്യം വളരെ കെയർഫുള്ളായിട്ട് ഓർമ്മിച്ചിരിക്കണം. പിന്നെ എത്ര ATP ആണ് യൂസ് ചെയ്യുന്നത്? ഒരു C3 സൈക്കിളിൽ യൂസ് ചെയ്യുന്ന ATP എന്ന് പറയുന്നത് 18 ATPയും NADPH 12 NADPHും ആണ്. ഇതാണ് കാൽവിൻ സൈക്കിൾ, ഡാർക്ക് റിയാക്ഷൻ ഓർ C3 സൈക്കിൾ എന്ന് പറയുന്ന ബയോസിന്തറ്റിക് ഫേസ്.